പ്രവാസിയായ നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകില്ലെന്ന് എയർ ഇന്ത്യ. ഇക്കാര്യം എയർ ഇന്ത്യ കുടുംബത്തെ അറിയിച്ചു. മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ അല്ല എന്നതാണ് വിശദീകരണം. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം പോലും ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായതാണ്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ദുരന്ത സമയത്തും എയർ ഇന്ത്യ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിയുന്നത്? മെയ് 8-9 തീയതികളിലായിരുന്നു എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ പ്രതീക്ഷിത സമരം, സിക്ക് ലീവ് റിപ്പോർട്ട് ചെയ്ത് സമരം നടത്തിയത്. നമുക്കറിയാം, വലിയ ബുദ്ധിമുട്ട് നിരവധി ആളുകൾക്ക്, യാത്രക്കാർക്ക്, അത് വിദ്യാർത്ഥികൾക്കും ജോലിയുള്ളവർക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമുണ്ടായത് ഇവിടെ ഈ കരമനയിലുള്ള അമൃതയ്ക്കും കുട്ടികൾക്കുമാണ്. അമൃതയുടെ ഭർത്താവ് രാജേഷ് ഈ സമയത്ത് ഹൃദയ സംബന്ധമായ അസുഖമാണ് ചികിത്സയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും അമൃത അവിടെ പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സമരം കാണാൻ അവർക്ക് പോകാൻ കഴിയില്ല. എന്താണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു മറുപടി വന്നിരിക്കുന്നത്? ഇന്ന് വൈകുന്നേരം ഒരു 5:30 മണിക്കാണ് അവരെനിക്ക് മെയിൽ അയച്ചിരുന്നത്. അപ്പം അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്കിതൊന്നും ചെയ്യാനില്ല, ഞങ്ങളെ ഉത്തരവാദികളല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നും കോമ്പൻസേഷനൊന്നും തരാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. 8-ാം തീയതി ടിക്കറ്റും അവർ 9-ാം തീയതി മാറ്റി തന്നു. 9-ാം തീയതി അവർ വേറെ ഞങ്ങൾക്ക് എയർലൈനിൽ സീറ്റ് നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല, സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഈ റീഫണ്ട് 30 days ആണ് പറയുന്നത്. ടിക്കറ്റ് തുക മാത്രം. ടിക്കറ്റ് തുക, പക്ഷെ അത് ഫുള്ളും തന്നില്ല. അതിൽ 300 ചില്ലറ രൂപ കുറച്ചിട്ടാണ് തന്നത്. അതും 30 days ടൈമുണ്ട്. പിന്നെ നിങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അങ്ങനെ അവരെ ഭാഗം ന്യായീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ നഷ്ടമായത് എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമാണ്. ഞങ്ങളെ വീട്ടിലെ കുടുംബത്തിലെ ഏക ഒരു വരുമാനം എൻ്റെ ഭർത്താവായിരുന്നു. ഞങ്ങൾക്ക് ആശ്രയമല്ല. ഞങ്ങൾ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വാടക വീടാണ്. ഞാൻ പഠിക്കുകയാണ്. എനിക്ക് വേറെ വരുമാനമില്ല. എൻ്റെ മക്കൾ കുഞ്ഞു മക്കൾ എന്താണെന്നോലും അറിവായിട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അടുത്ത ദിവസത്തെ ചിലവിന് പോലും കാശില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ മുന്നേ ആകെ ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. എന്നാലും ഭർത്താവ് വരത്തില്ല. എന്നാലും എന്തെങ്കിലും ഒരു തുക കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ. ഇപ്പം ആ പ്രതീക്ഷയില്ല. കുട്ടികൾ സത്യം പറഞ്ഞാൽ സ്കൂൾ പോലും ഫീസ് അടച്ചില്ല ഇതുവരെ. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ സത്യം ഞെട്ടിപ്പോയി. അവർ പെട്ടെന്ന് ഒരു കൈ ഒഴിഞ്ഞു. ഒരു മനുഷ്യത്വം പോലും ഇല്ല. അതൊരു ജീവൻ ഇവർക്ക് വിലയില്ല. ആ രീതിയിലാണ് ഇവർ കൈവിട്ടത്. ഞാൻ പറയാം, എന്തായാലും എയർ ഇന്ത്യയാണ് ഇതിന് കാരണം. എയർ ഇന്ത്യ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്. ഞാൻ അവിടെ കറക്റ്റ് സമയത്ത് പോയിരുന്നു. എൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എത്താൻ പറ്റില്ലെങ്കിൽ ഇന്നേരം മരിക്കത്തില്ലായിരുന്നു. ഇനി എന്താണെന്നുള്ളത്, കാരണം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, ഗവർണർക്ക് പരാതി കൊടുത്തു, പ്രതിപക്ഷ നേതാവിനെ കണ്ടു. ഇനി അവരിൽ നിന്ന് എന്തെങ്കിലും അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, സഹായം പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ കാണാൻ പറ്റുന്ന എല്ലാവരെയും കണ്ടു. ഞങ്ങൾ മാക്സിമം എല്ലാവരെയും കണ്ടു. മെയിൽ അയക്കുകയും ചെയ്തു, ലെറ്റർ അയക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ആരുടെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പും കിട്ടിയില്ല. അതാണ് സത്യാവസ്ഥ. എല്ലാവരും കാണുന്നു, എല്ലാവരും വരുന്നു, പോകുന്നു. അതങ്ങനെ നടക്കുന്നു. അല്ലാതെ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. ഈ ആദ്യം അവർ സഹായം നൽകാവുന്ന ഒരു സൂചന നൽകിയിരുന്നു തോന്നുന്നു അല്ലേ? സഹായം അങ്ങനെ ഒരു നേരത്തെ മെയിലിലൊക്കെ അങ്ങനെ ഒരു വിവരം തന്നു തോന്നുന്നല്ലേ? അതെ, ആദ്യം അവരങ്ങനെ അയച്ചു, നിങ്ങളെ മെയിൽ എന്തായാലും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് സമയം വേണം എന്ന രീതിയിലായിരുന്നു അവർ മെയിൽ അയച്ചത്. പിന്നെ അടുത്തടുത്ത മെയിലിൽ ഞാൻ ചോദിക്കുമ്പോൾ PNR നമ്പറൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ അവർ പെട്ടെന്നൊന്ന് കൈ ഒഴിഞ്ഞു. ഈ അമൃതയുടെ അച്ഛനൊക്കെ നമ്മുടെ ഓഫീസിൽ സമരം ചെയ്തിരുന്നല്ലോ, അപ്പോഴും അവർ ഉറപ്പ് നൽകിയിരുന്നല്ലേ സഹായം ഉണ്ടാവുന്നത്? എന്താണെന്ന് പറഞ്ഞു? സത്യം പറഞ്ഞാൽ അന്ന് സമരം നടത്തിയതിന് അന്നാണ് അവർ ആദ്യം ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അതുവരെ യാതൊരു കോൺടാക്റ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് വൈകുന്നേരം ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഈ മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു മെയിൽ ID തന്നു. അതുവഴിയാണ് ഞങ്ങളെല്ലാം മെയിൽ അയച്ചത്. അതിന് മുന്നേ അതിനല്ലാതെ വേറെ ഒരു ഡയറക്റ്റായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു. അന്ന് അവരൊന്നും ഒരു ഉറപ്പും തന്നില്ലായിരുന്നു? ഒന്നും തന്നില്ല. അന്നും ഇതുപോലെ തന്നെ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് അവർ സംസാരിച്ചത്. അവരെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിലാണ് അന്ന് സംസാരിച്ചത്. ഗവർണറൊക്കെ ഇവിടെ വന്നിരുന്നു, അദ്ദേഹത്തെ വീണ്ടും കാണാൻ അങ്ങനെ എന്തെങ്കിലും? ഗവർണർ ഞങ്ങൾ ചെന്ന് കണ്ടിരുന്നു. ഒന്നുകൂടി ചെന്ന് കാണണമെന്നുണ്ട് കാര്യം ഒരിക്കലും. എന്തായാലും ഇതൊന്നും നടന്നില്ല. പക്ഷെ എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിപ്പോൾ നഷ്ടപ്പെട്ടു. പക്ഷെ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് അവരിങ്ങനെ കൈയൊഴിഞ്ഞ് മാറിയത്. ഒരു ജീവന് അവർക്കൊരു വിലയില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ജീവൻ ഞങ്ങളെ സംബന്ധിച്ചാണ് നഷ്ടപ്പെട്ടത്.
ഇത് തന്നെയാണ് പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു എയർ ഇന്ത്യ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ നിരവധി ഒരുപക്ഷെ മലയാളികൾ ഒന്നടങ്കം വിഷമിച്ച ഒരു സംഭവമായിരുന്നു ഈ അമൃതയുടെ അവസ്ഥ. അപ്പോൾ എയർ ഇന്ത്യയിൽ നിന്ന് സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു തരത്തിലും അവരുടെ വീഴ്ചയല്ല, അപ്രതീക്ഷിതമായി ഉണ്ടായ കാരണങ്ങൾ, ജീവനക്കാരുടെ സമരം തങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് എയർ ഇന്ത്യ ചെയ്തത്. തന്നെയാണ് അമൃത ചോദിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. മുന്നോട്ടുള്ള 5 വയസ്സും 3 വയസ്സുമുള്ള 2 കൊച്ചുകുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ ജീവിതം പോലും എന്ത് ചെയ്യുന്നറിയാത്ത, അവരുടെ പഠനകാര്യത്തിനും പോലും എന്ത് ചെയ്യുന്നറിയാത്തൊരവസ്ഥയിലുണ്ട് ഈ കുടുംബം. ആരാണ് ഇവരെ സഹായിക്കുക എന്നൊക്കെ കണ്ടറിയണം. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും അവർ പരാതി നൽകിയിട്ടുണ്ട്. സഹായം ലഭിക്കുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യയാണ് പ്രധാനമായും നഷ്ടപരിഹാരം നൽകേണ്ടത്. പക്ഷെ അവർ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നതിന് മറ്റു വഴികൾ തന്നെയാണ്, മറ്റു പ്രതീക്ഷകൾ തന്നെയാണ് അവർക്ക് ബാക്കിയുള്ളത്. ശരി, വി അരുൺ ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുകയാണ് എയർ ഇന്ത്യ. സാധ്യമായ നിലയിൽ മുന്നോട്ട് പോകും, നിയമപരമായി കൂടി ഉള്ള സാഹചര്യങ്ങൾ പരിശോധിക്കും എന്നതാണ് അവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.